നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ സമാപന ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ മനോഹര ദിവസത്തിനായി വലിയവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് നമ്മൾ എടുക്കുന്ന നമ്മളുടെ ടോപ്പിക് ഇതാണ്: ക്രിസ്തീയ മനോഭാവങ്ങൾ. ഇതായിരുന്നു നമ്മളുടെ വിഷയം. അതിൽ ഒന്ന്, കുടുംബത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്തേത്, വേലയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളോടുള്ള ക്രിസ്തീയ മനോഭാവമാണ്. സാമ്പത്തിക കാര്യങ്ങളോടുള്ള ക്രിസ്തീയ മനോഭാവം. വാട്ട് ഈസ് ദ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഫൈനാൻസ്? സാമ്പത്തിക കാര്യങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം? ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. അതിന് പ്രധാനമായും നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഞാനതിൽ പറയാനായിട്ട് ഈ പരിമിതമായ സമയം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ മനോഭാവം അതിന് എപ്പോഴും ഇനഫ് ഈസ് ഇനഫ്, മതി മതി എന്നുള്ള മനോഭാവമായിരിക്കണം നമുക്ക് വേണ്ടത്. എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം വേണം എന്നുള്ള അത്യാർത്തിയല്ല, മറിച്ച് എനിക്ക് കർത്താവ് തന്നിടത്തോളം മതി എന്നുള്ള ഒരു സംതൃപ്തമായ ഒരു മനോഭാവമാണ് നമ്മൾ അതിൽ സൂക്ഷിക്കേണ്ടത്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഞാൻ ആ വാക്യം റഫർ ചെയ്ത സമയത്ത് ഓർക്കുകയായിരുന്നു. അവിടെ പരസ്പരം പൊരുത്തപ്പെടുത്തേണ്ടാത്ത അഥവാ പൊരുത്തപ്പെടുത്താൻ വയ്യാത്ത എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. രണ്ട് പാർട്ട് അതിനകത്തുണ്ട്. ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത് നമ്മുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത ഭാഗം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. ശരിക്കും നമ്മൾ ആ ടോപ്പിക്, ആ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ അറിയാം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. ദൈവം അവർക്ക് സമ്പന്നനായ ഒരു കൂട്ടുകാരനായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതും അതാണ്. നമുക്ക് എത്രയുണ്ടെങ്കിലും മതി എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതാണ്. താഴോട്ട് വരുമ്പോൾ കുറെ കാര്യങ്ങളോട് നമുക്ക് പിക്ചർ ക്ലിയർ ആകും. ഏതായിരുന്നാലും ആത്യന്തികമായി നമ്മൾ പണത്തോടുള്ള നമ്മുടെ സമീപനം സ്തോത്രത്തോടെയുള്ള സമീപനമായിരിക്കണം. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീൻ. ഇതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന, ഇനഫ് ഈസ് ഇനഫ്, മതി, എനിക്കിത് മതി എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവമാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടത്. ആർത്തി കൊള്ളില്ല. വേറൊരു വാക്ക് നാട്ടിൽ മലയാളത്തിൽ ഉപയോഗിക്കും. അത് ഡിക്ഷണറിയിലൊന്നുമില്ല, ഞാൻ തപ്പി നോക്കി. ഡിക്ഷണറിയിലൊന്നും ഇല്ലാത്തൊരു വാക്കാണ്. പക്ഷെ നമ്മളുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മളത് ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വാക്കാണ്. ആക്രാന്തം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കിട്ടിയത് പോരാം എന്നുള്ള ഇത്. പണത്തോടുള്ള മനോഭാവം നമുക്ക് വാരിക്കൂട്ടണം, വെട്ടിപ്പിടിക്കണം എന്നുള്ളതല്ല. മതി എന്നുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സംതൃപ്തി അതിനകത്തുണ്ടാകും. ഞാനതിൻ്റെ ഉദാഹരണങ്ങൾ സമയം കിട്ടിയാൽ താഴോട്ട് വരുമ്പോൾ പറയാം. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും കൂടി നിങ്ങൾക്ക് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സംതൃപ്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ. സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കണം. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹമാണ് സംതൃപ്തിയുള്ള ക്രിസ്തീയ ജീവിതം.
ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ട് പറയാം, സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരായി കാണാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഞാൻ അതിന്റെ മറ്റു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് നിങ്ങളെ. പണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഒന്ന്, മണി ഈസ് എ ടാലന്റ്. പണം എന്ന് പറയുന്നത് ഒരു നേട്ടമാണ്, അതൊരു പ്രാപ്തിയാണ്. പണം ഒരു പ്രാപ്തിയാണ്. തീമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 18ഉം 19ഉം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തിയിൽ സമ്പന്നനായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാൽ ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. 17-ാമത്തെ വാക്യം, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും. അപ്പൊ നമുക്കിത് ദൈവം തന്നിട്ടുള്ള ഒരു പ്രാപ്തിയാണ്, അല്ലെങ്കിൽ ദൈവം തന്നിട്ടുള്ള ഒരു ദാനമാണ് പണം എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതൊരു ഗിഫ്റ്റാണ്. അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, മണി ഈസ് എ ടാലന്റ് ഓർ ഗിഫ്റ്റ്. പണം എന്ന് പറയുന്നത് നമ്മൾ നേടുന്നതും ദൈവം നമുക്ക് ദാനമായി തരുന്നതുമാണ് എന്ന് ഓർക്കണം. അത് നമ്മുടേതല്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള താൽക്കാലികമായ കാലത്തേക്ക് ദൈവം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതാണ് പണം. ദൈവത്തിന്റെ ദാനമാണ്. എനിക്ക് ഉള്ള എന്തുണ്ടോ ഉള്ളതെല്ലാം ദൈവം തന്നതാണ്. സ്തോത്രം ചെയ്തുകൊണ്ട് വേണം നിങ്ങളത് കേൾക്കാനും നിങ്ങളത് ദൈവത്തെ മഹത്വപ്പെടുത്താനും. അത് ദൈവം എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ്, എനിക്ക് തന്നിട്ടുള്ള ഒരു സമ്മാനമാണ് പണം എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ വേഗം പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. 2-ാമത്തെ കാര്യം ഇതാണ്, പണം ജീവിതത്തിന് അത്യാവശ്യമല്ല. അത് പറഞ്ഞാൽ നമ്മൾ എത്ര സമ്മതിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. മണി ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ ലൈഫ്. ജീവിതത്തിന് അത്യാവശ്യമല്ല. ആവശ്യമല്ല എന്നല്ല, അത്യാവശ്യമല്ല. ഞാൻ വായിക്കാം. ശുദ്ധിയുള്ള ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു കൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. സമ്പത്തല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത്. വസ്തുവകയുണ്ടായാലും പണമുണ്ടായാലും അതല്ല ജീവന്റെ ആധാരം. പണം വേണം നമുക്ക്, പക്ഷെ പണമില്ലെങ്കിലും ജീവിക്കാം. പണമില്ലെങ്കിലും ജീവിക്കാം എന്നുള്ള വസ്തുത നമുക്ക് കാണണമെങ്കിൽ എൻ്റെ കൂടെ ഒരു ദിവസം വടക്കേന്ത്യക്ക് വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ലാത്ത ജീവിതം. ഒറീസായിലെ ഒരു വീട്ടില് ഞാൻ വീട് കയറി ചെല്ലുമ്പോൾ, ഒരു വീടിനകത്ത് കയറി അവരിങ്ങനെ കുറെ പേര്, ഒരു 19 പേര് മുറ്റത്തിറങ്ങി ഇങ്ങനെ ഇരിക്കുക. ആർക്കും ആഹാരമില്ല. ഞാൻ ചോദിച്ചു, രാവിലെ നിങ്ങൾ കഴിച്ചോ? രാവിലെ കഴിച്ചില്ല. ഉച്ചയ്ക്ക് കഴിച്ചോ? ഉച്ചയ്ക്ക് കഴിച്ചില്ല. വൈകുന്നേരം കഴിക്കാൻ വല്ലതും ഉണ്ടോ? അതുമില്ല. ഞാൻ അടുക്കളയ്ക്കകത്തേക്ക് മുട്ടുകുത്തി അവരുടെ മുറിക്കകത്തേക്ക് കയറി ചെന്ന് നോക്കിയപ്പോൾ ഉണങ്ങി വരണ്ട് കിടക്കുന്ന മണ്ണുകൊണ്ടുള്ള ചെറിയ ചെറിയ കലവും ചട്ടിയും നമുക്ക് അവിടെ കാണാം. വേറെ ഒന്നും അതിനകത്തില്ല. അതിനകത്ത് ഒന്നുമില്ല. ആ ഒട്ടിയ വയറും ഒട്ടിയ കവിൾത്തടങ്ങളുമായിട്ട് അവിടെ ഇരിക്കുന്ന ജീവിതങ്ങൾ. പ്രിയമുള്ളവരെ, കാട്ടിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് അവർ ജീവിക്കുന്നു. പണം കൊടുത്ത് വാങ്ങിക്കാൻ ഒന്നും അവർക്കില്ല. പക്ഷെ അവരെല്ലാവരും ഇന്ന് അവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവരാണ്, ദൈവത്തെ മഹത്വപ്പെടുന്നവരാണ്. ജീവിക്കുന്നത് പണം കൊണ്ടല്ല, ദൈവത്തെ കൊണ്ടും ദൈവനാമത്തെ കൊണ്ടും യേശു എന്ന നാമത്തെ കൊണ്ടും ജീവിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ ആ പണത്തിന്റെ സ്വാധീനമല്ല, ദൈവകൃപയുടെ സ്വാധീനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞതാണ്, വസ്തുവകയല്ല ജീവന്റെ ആധാരം. പിന്നെ എന്താണ് നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണാം. മറ്റൊന്ന്, സന്തോഷത്തിന് പണം ആധാരമല്ല, പണം അത്യാവശ്യമല്ല. മണി ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ ഹാപ്പിനെസ്. സന്തോഷത്തിന് പണം നിർബന്ധമല്ല, അത്യാവശ്യമല്ല. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം
17-ന്റെ 1-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 17-ന്റെ 1-ാം വാക്യം. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. അപ്പൊ സന്തോഷം എന്താണ്? പണമല്ല. വീട് നിറച്ച് പണമുണ്ടായാലും വൈകുന്നേരമാകുമ്പോൾ സമാധാനമില്ലെങ്കിലോ സന്തോഷമില്ലെങ്കിലോ വീട്ടിൽ കിടന്ന് ഭയങ്കര വഴക്കാണ്. ബാങ്കിൽ ക്യാഷ് ഉണ്ട്, എന്ത് കാര്യം? നല്ല ജോലിയുണ്ട്, എന്ത് കാര്യം? ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഉദാഹരണങ്ങൾ പലത് കയറി വരും. കേരളത്തിലെ ഒരു ജില്ലയിൽ 3-ാം നിലയിലാണ് ഒരു വണ്ടി ഇടാനുള്ള പോർച്ച്. അത്ര ഇങ്ങനെ വണ്ടി ഓടിച്ച് 3-ാം നിലയിൽ കയറിച്ചല്ല. സമ്പന്നമായ വീടാണ്, ധനാഢ്യമായ വീടാണ്. പക്ഷെ ഇവിടുത്തെ ഭാര്യ പട്ടിക്കൂട് പോലെ ഒരു ജയിലിനകത്താണ്. ഗ്രില്ലിട്ട അതിനകത്ത് പൂട്ടി താക്കോൽ കൊണ്ട് ഭർത്താവ് പോയിരിക്കുകയാണ്. അന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ കൃപയാൽ ആ ആന്റി എന്നോട് ധാരാളം സംസാരിച്ചു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്തുണ്ടായിട്ട് എന്ത് കാര്യം? തൊട്ടടുത്തുള്ള മുതുവാന്മാരുടെ കുടുംബത്തിൽ അതിനേക്കാൾ എത്രയോ സന്തോഷം. സന്തോഷത്തിന് പണമല്ല ആധാരം, സന്തോഷത്തിന് ദൈവകൃപയാണ് ആധാരം എന്ന് നമ്മൾ ഓർത്തിരിക്കണം. സന്തോഷത്തിന് പണമല്ല ആധാരം. മറ്റൊന്ന്, പണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പണം ക്ഷണികമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. പണം ക്ഷണികമാണ്. മണി ഈസ് ട്രാൻസിറ്ററി. പണം താൽക്കാലികമാണ്, പണം ക്ഷണികമാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിന്റെ 5-ാം വാക്യം ഞാൻ നിങ്ങളോട് പറയാം. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകടുത്ത് പറന്നു കളയും. ഇതിനൊന്നും ഉദാഹരണം ഞാൻ പറയണ്ട. ഈ ഡിവൈസിലിരിക്കുന്ന നമ്മൾ 180 ഡിവൈസിന്റെ മുൻപിലിരിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും അറിയാം, ദാ വന്നു, ദാ പോയി. ഇതാണ് പണം. നിലനിൽക്കുന്നതല്ല പണം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം നിങ്ങൾ നോക്കിക്കോളൂ. യാക്കോബിന്റെ ലേഖനം 5-ന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. യാക്കോബ് 5-ന്റെ 1: അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവീൻ. 2-ാം വാക്യം: നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. 3-ാം വാക്യം: നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. വളരെ ക്ഷിപ്രവേഗത്തിൽ നശിച്ചു പോകുന്നതാണ് പണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ വേഗം മുൻപോട്ട് പോകട്ടെ. മറ്റൊന്ന്, അനീതിയുടെ മാമോനാണ് പണം. മണി ഈസ് അൺറൈച്ചസ് മാമോൻ. അനീതിയുടെ മാമോൻ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 9-10 വാക്യം ഇങ്ങനെയാണ്: അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. ആ ഭാഗം പഠിപ്പിക്കാൻ എൻ്റെ മുൻപിൽ നേരമില്ല. പക്ഷെ ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ മാത്രം ഒരു ഇൻവെർട്ടഡ് കോമ ഇട്ട് പറഞ്ഞ് ഞാനതിങ്ങനെ ചുരുക്കുകയാണ്. അനീതിയുള്ള മാമോനാണ് പണം. പണം നല്ലതാണ്, പക്ഷെ പണത്തിന്റെ മാനേജ്മെന്റ്, അതാണ് നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മൾ പാലിക്കേണ്ട കാര്യം? അത് അനീതിയുടെ മാമോനായതുകൊണ്ട് വേണ്ടതുപോലെ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ അനീതിക്കകത്തിട്ട് പൂട്ടും. അതുകൊണ്ട് ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ മണി. ഒരിക്കലും പണത്തെ ആശ്രയിക്കരുത്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോട് പറയും, എൻ്റെ മോനോട് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും പണത്തിന്റെ പിറകെ പോകരുത്. അത് ക്രിസ്തീയമായ മൂല്യമല്ല. പണത്തിന് വേണ്ടി ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പണം. പണത്തിന്റെ പിറകെ ഒരിക്കലും പോകരുത്. പണം എപ്പോഴും നമ്മുടെ പിറകിലായിരിക്കണം. എന്തിനും ഏതിനും കാശ് 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 കാശ്. ഈ പരിപാടി പറ്റില്ല.
പണമല്ല ജീവിതത്തിന്റെ ആധാരം. നമ്മൾ പണത്തെ ആശ്രയിക്കരുത്. എന്ത് പറഞ്ഞാലും എനിക്ക് കാശ് വേണം കാശ് വേണം എന്ന് പറയുന്നവർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ മുൻപിൽ ഗുണചിഹ്നം ഇടണം. പണമല്ല എനിക്ക് വേണ്ടത്, ദൈവകൃപയാണ് എനിക്ക് വേണ്ടത്. ദൈവം സഹായിച്ചാൽ ഞാനത് ചെയ്യാം, ദൈവം കൃപ ചെയ്താൽ ഞാനത് ചെയ്യാം, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ചാൽ ഞാനത് ചെയ്യാം എന്നല്ലാതെ നമ്മുടെ നാവിന്റെ അറ്റത്ത് മറ്റൊന്ന് കടന്നു വരാൻ ഇടവരാതിരിക്കട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 31:24 വാക്യം ഇങ്ങനെയാണ്: ഞാൻ പൊന്ന് എന്റെ ശരണമാക്കിയെങ്കിൽ, ഇയ്യോബ് പറയാ, തങ്കം എന്റെ ശരണമാക്കിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് മീനിങ്ങിലാണ് ഇയ്യോബ് പറയണേ. പണമോ തങ്കമോ എന്റെ ആശ്രയമല്ല, അതെന്റെ ശരണമല്ല. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 24 വാക്യം ഇങ്ങനെയാണ്: സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. സമ്പത്തുള്ളവനല്ല, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ, സമ്പത്ത് ശരണമാക്കിയവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്രയോ പ്രയാസം. അടുത്ത കാര്യം, പണത്തിനായി കൊതിക്കരുത്. ഡോണ്ട് ക്രേവ് ഫോർ മണി. പണത്തിനു വേണ്ടി കൊതിക്കരുത്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 8, 9, 10 വാക്യം ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. നിങ്ങൾ എല്ലാവരും എടുക്കണം പുസ്തകത്തിൽ ആ ഭാഗം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 8, 9, 10 വാക്യം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. 9-ാം വാക്യം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും. 10. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഞാനിവിടെ വന്നതിന് ശേഷം 3 കേസ് എന്റെ ചിന്തയിലല്ല, എന്റെ ഫോണിൽ ഞാൻ ബന്ധപ്പെടേണ്ടി വന്നു. ഒരു കേസ് ഷെയർ മാർക്കറ്റിനകത്ത് ചെന്ന് ചാടിയതാണ്. ഷെയർ മാർക്കറ്റിൽ ചെന്ന് ചാടി ആദ്യം 40,000 രൂപ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തു. അവിടുന്ന് ലക്ഷങ്ങളിലേക്ക് പോയി. ഇപ്പോൾ 40 ലക്ഷം രൂപ ബാധ്യതയായി. പഠിക്കാനായി കാനഡയിൽ വന്നിട്ട് ഇവിടെ വന്ന് ഡ്രഗ്സ് അടിച്ച് ജീവിതം കട്ടപ്പുകയായി. അപ്പന്റെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റി. പഠിത്തം നടന്നില്ല, പഠിത്തം ബ്രേക്കായി. നാട്ടുകാർ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി. അവൻ ഡ്രഗ്സിന് അധീനനായി. എന്തേ കാരണം എന്ന് ചോദിച്ചാൽ, കളിക്കാൻ പോയതാണ്, മൊബൈലിൽ കളിച്ചതാണ്, പണം കണ്ടമാനം പോയി. കാണുന്ന ലിങ്ക് വഴി എല്ലാം കയറിപ്പോവും, ലാഭം കിട്ടും. ധാരാളം പേരുടെ കേരളത്തിലെ പൊട്ടിപ്പോയ പല ബാങ്കുകളിലും അനേകം അങ്കിൾമാരുടെയും ആന്റിമാരുടെയും പണം പോയ വഴി കണ്ടില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൈ നീട്ടിയാൽ ഇവരുടെ ആരുടെയും കയ്യിലൊന്നുമില്ല. എന്നാൽ കിട്ടിയത് മുഴുവനും ലക്ഷങ്ങൾ ഇരട്ടി പലിശ കിട്ടാൻ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 6%, 7% കിട്ടും. ഇങ്ങനെയുള്ള ബാങ്കിൽ ഇട്ടാൽ 14% കിട്ടും. ഈ 14% വേണ്ടി പോയിട്ട് എന്ത് കിട്ടി? പണത്തിനു വേണ്ടി കൊതിക്കരുത്. അത്യാഗ്രഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പണം പോയിട്ടുണ്ട്. ഇടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിക്ക് സമാനമാണ്. അവിഹിതമായി പണമാർജിച്ച് ചായല്യം കൊണ്ട് ചായം പൂശി ബംഗ്ലാവുകൾക്കകത്ത് നീറിപ്പുകഞ്ഞു കഴിയുന്നതിനേക്കാൾ ഉള്ളത് കൊണ്ട് മതി എന്ന് ചിന്തിക്കുന്നത് ജീവിതത്തിലെ ദൈവകൃപയാണ്. ഒത്തിരി പേർക്ക് പറ്റിയിട്ടുണ്ട് ഈ പണി. പലിശ കൊതിച്ചു പോയത് പോക്കാണ്, സംഭവിച്ചു പോയി, പണി പറ്റി. ചെറിയ കാര്യമൊന്നും പോരാം. സമ്പത്ത് ആർജിച്ചു വരുന്നവർക്കാണ് കൂടുതൽ വെട്ടിപ്പിടിക്കാനുള്ള അത്യാവേശം.
അത്യാഗ്രഹം കൊള്ളില്ല. ഒരു ബിസിനസ് നന്നായിട്ട് വന്നതാ, ആ ബിസിനസ് നന്നായിട്ട് വന്നപ്പോഴാണ് ഇത് പോരാൻ തോന്നി, അടുത്തത് പിടിച്ചു, അതും വലിയ കുഴപ്പമില്ലായിരുന്നു. അത് രണ്ടും കയറി വന്നപ്പോൾ മൂന്നാമത്തേതിനുള്ള ആവേശമായി, ഇത് പോരാം. റോഡിയും ബെൻസിന്റെയും കാറിൽ കയറി നടന്ന് അവസാനം കാറും ബാങ്കും ഉണ്ടായി, വീടും ബാങ്കും ഉണ്ടായി, അവസാനം ഗത്യന്തരമില്ലാതായി. ദൈവമക്കളെ, പണത്തിന് വേണ്ടി കൊതിക്കരുത്, പണത്തിന് വേണ്ടി കൊതിക്കരുത്. അത്യാഗ്രഹിക്കുള്ളതും കൂടെ നശിക്കും. ഇത് നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ വളരെ വേഗം ഇതിന്റെ സമാപനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരണമല്ലോ. എങ്ങനെ പണം ഉപയോഗിക്കണം, ഹൗ ടു യൂസ് ദ മണി, എങ്ങനെ നമ്മൾ പണം ഉപയോഗിക്കണം. ഒന്ന്, ഫോർ സേവിങ്, ഒന്ന് നമ്മൾ പണം സമ്പാദിക്കണം അഥവാ നിക്ഷേപിക്കണം. രണ്ട്, ഫോർ പാർട്ട്ണർ, നമ്മുടെ പങ്കാളിക്കുള്ളത് കരുതണം. മൂന്ന്, ഫോർ ഫാമിലി, കുടുംബത്തിന്. നാല്, ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക്. അഞ്ച്, ഫോർ പേരൻസ് അല്ലെങ്കിൽ ഫോർ ഫാദർ ആൻഡ് മദർ, രക്ഷാകർത്താക്കൾക്ക്, മാതാപിതാക്കൾക്ക്. ഇതിലൊന്നും ഞാൻ വിശദീകരിക്കാതെ ഫോർ സേവിങ് എന്നുള്ളതിൽ ഞാൻ നിൽക്കുകയാണ്. ഫോർ സേവിങ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 തലത്തിലാണ് നമ്മുടെ ജീവിതം. ഒന്ന്, ഗർഭസ്ഥ ജീവിതം. ഗർഭസ്ഥ ജീവിതത്തിൽ നമുക്കൊന്നും നേടാനില്ല, സമ്പാദിക്കാനില്ല, വിനിമയം ചെയ്യാനില്ല. ഗർഭലോകത്തെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വേണ്ട. രണ്ടാമത്തേത് ഭൂമിയിലെ ജീവിതമാണ്. ഏൺ ഇൻ വേൾഡ്, ഈ ലോകത്ത് ജീവിക്കാൻ പണം സമ്പാദിക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. സേവിങ്സ് ഇൻ വേൾഡ്, ലോകത്ത് ജീവിക്കുന്ന നമ്മൾക്ക് അത്യാവശ്യം സേവിങ്സ് ആവശ്യമാണ്, സേവിങ്സ് വേണം. എന്നാൽ അടുത്തതിലാണ് എനിക്ക് ഊന്നി പറയാനുള്ളത്. രണ്ടാമത്തേത്, സേവിങ്സ് ഇൻ ഹെവൻ അല്ലെങ്കിൽ ഏൺ ഇൻ ഹെവൻ, ഫോർ ഹെവൻലി ഇൻവെസ്റ്റ്മെന്റ്സ്, സ്വർഗീയമായ സമ്പാദ്യം. നമ്മൾ അവിടെയാണ് നിത്യത കഴിക്കേണ്ടത്. അവിടുത്തെ സ്ഥിരതാമസക്കാരാണ് നമ്മൾ. അവിടെയാണ് നമ്മളുടെ നിക്ഷേപം സ്വരുക്കൂട്ടേണ്ടത്. ഈ ലോകത്ത് 70 ഏറെയായാൽ 80. ഇവിടെ ഭാര്യയ്ക്കുള്ളത്, മക്കൾക്കുള്ളത്, കുടുംബത്തിനുള്ളത് ഒക്കെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം, ശേഖരിക്കണം. എന്നാൽ അതിൻ്റെ കൂടെ സ്വർഗത്തിലാണ് എൻ്റെ എറ്റേണൽ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കണം. കർത്താവിന് നമ്മുടെ ആരുടെയും പൈസ വേണ്ട. കർത്താവിന് നമ്മുടെ ആരുടെയും പൈസ വേണ്ട. കർത്താവിന് വേണ്ടി ആരും കാശ് കൊടുക്കുകയും വേണ്ട. കർത്താവിന് നമ്മുടെ ആരുടെയും കാശ് വേണ്ട. പക്ഷേ ഇന്നലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. കർത്താവിന്റെ വേല എന്ന് പറഞ്ഞത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനായി ദൈവം നമുക്ക് തന്നിട്ടുള്ള പണം അതിൻ്റെ രീതിയിൽ ഉപയോഗിക്കണം. പലർക്കും പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ പാടില്ല. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ വാരിപ്പറക്കി അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് എറിഞ്ഞു കളയും. അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ല. ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദശാംശം എങ്ങനെയാണ് സാറേ ഉപയോഗിക്കേണ്ടതെന്ന്. ഞാൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് അതിനൊരു ആൻസർ പറഞ്ഞു. കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുക എന്നുള്ളതും ചാരിറ്റിക്ക് കൊടുക്കുക എന്നുള്ളതും പള്ളിയുടെ ആവശ്യത്തിന് കൊടുക്കുക എന്നുള്ളതും മൂന്ന് കാര്യമാണ്. പള്ളിയുടെ ആവശ്യത്തിന് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചേർന്ന് നിൽക്കുന്ന സഭയ്ക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അവിടുത്തെ പാസ്റ്റർ അല്ലെങ്കിൽ അവിടുത്തെ വൈദികൻ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളോ അദ്ദേഹത്തിന്റെ സർവീസ് എനിക്ക് കിട്ടുമ്പോൾ അതിന് ഞാൻ ആ സർവീസ് ഫ്രീ ആകാതെ എൻ്റെ ഒരു ഓഹരി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ ചേർന്ന് നിൽക്കുന്ന പള്ളിക്ക്, ഞാൻ ചേർന്ന് നിൽക്കുന്ന സഭയ്ക്ക്, ഞാൻ ചേർന്ന് നിൽക്കുന്ന സഭയുടെ ഉടമസ്ഥന് നമ്മുടെ ഓഹരി
അത് അതാത് സഭയിൽ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്, അതാത് സഭയിൽ തീരുമാനിക്കപ്പെടുന്നു. അത് കൊടുക്കേണ്ട ആവശ്യം നമ്മൾക്കുണ്ട്. നമ്മുടെ ആവശ്യമാണത്, നമ്മളത് കൊടുക്കണം. രണ്ടാമത്തേത്, ധാരാളം സാധുക്കളായിട്ടുള്ളവർക്ക് ചാരിറ്റി, അത് നമ്മൾ കൊടുക്കാൻ കടപ്പെട്ടവരാണ്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള പാവങ്ങളെ സഹായിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. അറുത്ത കൈക്ക് ഉപ്പിടാത്ത അമ്മാമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജീവകാരുണ്യ പ്രവൃത്തികൾക്ക് ഒന്നും കൊടുക്കാനില്ലാത്ത, ഒന്നും കൊടുക്കില്ലാത്തവർ കണ്ടേക്കാം. കണ്ണില്ലാത്ത ഒരു മനുഷ്യനെ, ദരിദ്രനായ ഒരാളെ കണ്ടാൽ അതിന്റെ എല്ലാം മുമ്പിൽ കണ്ണടയ്ക്കുന്നവർ നമ്മൾ കണ്ടേക്കാം. അങ്ങനെയല്ല, അവരെയും സഹായിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. എന്നാൽ ഒന്ന് ആവശ്യമാണ്, മറ്റൊന്ന് കടപ്പാടാണ്. അടുത്ത് ഞാൻ പറയട്ടെ, സുവിശേഷ വേല എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മുടെ ദശാംശത്തെ, പുതിയ നിയമത്തിൽ ദശാംശം എന്നുള്ള വാക്കില്ല, ആ വാക്കങ്ങ് വെട്ടിയരെ. നമ്മുടെ കഠിന മനസ്സ് നിമിത്തം നമ്മൾ ഉപദേശിക്കുന്നതാണ് ദശാംശമെങ്കിലും എന്ന് പറയുന്നത്. പഴയ നിയമകാലത്ത് കനാൻ നാട്ടിൽ ഇസ്രായേൽ ജനം പ്രവേശിച്ചപ്പോൾ യഹോവയായ ദൈവം അവർക്ക് സ്ഥലം കൊടുത്തു. ആ സ്ഥലം കൊടുത്തിട്ട് 50 വർഷത്തേക്കാണ് യഹോവ അവർക്ക് ലീസിന് കൊടുത്തു. ആ ലീസിന് സ്ഥലം കൊടുത്തപ്പോൾ കർത്താവ് അതിനൊരു പാട്ടം നിശ്ചയിച്ചു. നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറയാ. ആ പാട്ടം എന്ന് പറയുന്നത്, ആ സ്ഥലത്ത് കൃഷി ഇറക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരുമാനം ഉണ്ടായാലും അതിന്റെ 10% ആലയത്തിന് തരണം എന്നുള്ളതായിരുന്നു ആ ലീസ് തിരിച്ചു പിടിക്കാൻ യഹോവയായ ദൈവം അവർക്ക് കൽപ്പിച്ചത്. അവർ കാശൊന്നും തരണ്ട, അവർ ദശാംശം ആലയത്തിൽ കൊടുത്താൽ മതി. ആ സ്ഥലം ആരുടേതാണ്? യഹോവയുടേതാണ്. അതുകൊണ്ടാണ് ആ കാലത്ത് ദശാംശം നിർണയം ചെയ്തത്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴുണ്ടല്ലോ, നമ്മളിവിടെ പരദേശികളാണ്, നമ്മൾ ഇവിടുത്തുകാരല്ല, ഇവിടെ നമുക്ക് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ കണ്ടു, എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകേണ്ടവരാണ് നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. അതുകൊണ്ട് എനിക്കുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ കർത്താവിന്റെ വേല നടക്കണം. ആത്മാക്കളെ നേടുക എന്ന് പറയുന്നതാണ് സുവിശേഷ വേല. ഇന്നലെ കൃത്യമായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു എന്താണ് സുവിശേഷ വേല എന്ന്. ഇന്നലെ കൃത്യമായി പഠിപ്പിച്ചു. യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്, കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമുള്ള വിശ്വാസത്താലുള്ള രക്ഷയും, രക്ഷയുടെ എനിക്ക് കിട്ടിയ ആ സാക്ഷ്യവും പങ്കുവെക്കുന്നതാണ് സുവിശേഷ വേല. ആ വചനത്തിന് മാത്രമേ ആത്മാക്കളെ വീണ്ടും ജനിപ്പിക്കാൻ കഴിയൂ. ആത്മാക്കളെ ജനിപ്പിക്കാൻ കഴിയുന്നതിനൊരു ഓഹരി ഞാൻ എന്ത് ചെയ്തു? ബസ്സുകാർ രാവിലെ വണ്ടി എടുത്ത് പുറപ്പെടുമ്പോ കാണുന്ന ഭണ്ണാരത്തിലെല്ലാം കാശിടും. എന്തിനാന്ന് അവരോട് ചോദിച്ചാൽ രസകരമായിട്ട് അവർ മറുപടി പറയും. ഏത് ദൈവ കടാക്ഷിക്കണം എന്നറിയാൻ പാടില്ലല്ലോ. ഞാൻ ഒരിക്കൽ ഇവിടെ 15,500 അടി ഉയരമുള്ള ചൈനയുടെ ബോർഡറിലുള്ള തവാങ്ങിൽ നിന്ന് രാവിലെ 4 മണിക്ക്, കൊടിയ തണുപ്പാണ്, 4 മണിക്ക് അവിടെ നിന്ന് ഞാൻ ഗോഹാട്ടിക്ക് പുറപ്പെട്ടു. ഒരു ടാറ്റാ സുമോയിലാണ്. അതിന്റെ മുൻപിൽ ഒരു സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യുവിന്റെ ഈ കൈയുടെ ഭാഗത്തായിട്ട് ഒരു ചെറിയ സുഷിരമുണ്ട്. അവൻ 20 രൂപ ചുരുട്ടി അതിനകത്തേക്ക് കയറ്റി വെച്ചു. ഞാൻ ഡ്രൈവറുടെ അടുത്തായിരുന്നേ. 20 രൂപ ചുരുട്ടി പുള്ളി അതിനകത്തേക്ക് കയറ്റി വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ അറിയാതിരുന്ന എന്റെ മനസ്സുകൊണ്ട് ചിരിച്ചു. ഗോഹാട്ടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കക്ഷത്തിൽ വെച്ച കാശെടുത്ത് പുള്ളി അതുകൊണ്ട് കുടുക്കി അടിച്ചു, അഥവാ തമ്പാക്കു അടിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിട്ടില്ല. ഞാൻ അവനോട് ചോദിച്ചു, അപ്പൊ നീ അതെന്തിനാ അവിടെ വെച്ചെന്ന് ചോദിച്ചു. അവിടെ വെച്ചത് ഞാനത് ഭഗവാന് കൊടുത്തതാണെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ നീ അത് എടുത്തുണ്ടോ, നീ വീടി വാങ്ങിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ സാർ അത് ശ്രദ്ധിച്ചെന്ന്, ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ദൈവമക്കളെ, ഇങ്ങനെയുള്ള പറ്റിപ്പെടപാട് ദൈവസന്നിധിയിൽ നടത്തരുത്. കർത്താവിന്റെ വേലയ്ക്ക് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയ്ക്ക് ആ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. 10-1 ഞാൻ ആർഭാടമായി ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിന്റെ വേലയും എൻ്റെ വരുമാനം കൊണ്ട് ആർഭാടമായി നടക്കണം. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രാഗൽഭ്യത്തിൽ നിന്നാണ് നിങ്ങളോട് പറയണേ. ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പറയട്ടെ ദൈവമക്കളെ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ണർഷിപ്പിലാണ് EGM ഓഫ് ഇന്ത്യ ഈ വേല ചെയ്യുന്നത്. ഈ വേലയ്ക്ക് വേണ്ടി EGM ഓഫ് ഇന്ത്യ എന്നല്ല, നമ്മൾക്ക് വരുമാനമുണ്ടെങ്കിൽ അത്
അത് ബാങ്കിലിട്ട് പൂത്ത് പുന്നരിച്ച് അവസാനം അത് മക്കൾക്കോ നമുക്കോ അനുഭവിക്കാൻ കഴിയാതെ 6 നീളമുള്ള കുഴിയിൽ തീർന്നു പോകുന്നതിന് മുൻപായി അതിന്റെ ഒരു ഓഹരിയിട്ട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് സുവിശേഷ വേല പങ്കുവെക്കാൻ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ, ദൈവസ്നേഹം പങ്കുവെച്ചു കൊടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിച്ച് അത് തീർത്തിട്ട് പോ. വെറുതെ തമ്പുരാനെ പറ്റിച്ച് നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നെഞ്ചത്തടിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയാണ്, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥനയാണ്, അതെ വീട് ശരിയാക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയാണ്, എല്ലാം ഇങ്ങോട്ടേക്ക് വാങ്ങിക്കാനുള്ള തത്രപ്പാടാണ്. ദൈവത്തിന് കൊടുക്കണം, അപ്പോഴാ സ്നേഹം പ്രകടമാകുന്നത്. ദൈവത്തിന് കൊടുക്കണം. അറപ്പില്ലാതെ കൊടുക്കുമ്പോൾ ദൈവം ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, അവൻ എന്നെ സ്നേഹിക്കുന്നു. കൊലോസ്യലേഖനം 3:24-26 നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിനെന്ന പോലെ ചെയ്യുവീൻ, എന്നാൽ നിങ്ങൾക്ക് അവകാശം എന്ന പ്രതിഫലം ലഭിക്കും. കൊടുക്കുന്നത് കർത്താവിന്റെ നാമത്തിൽ കൊടുക്കണം, കർത്താവിന്റെ സ്നേഹത്തിൽ കൊടുക്കണം, കർത്താവിനോടുള്ള സ്നേഹത്തിൽ അത് ചെയ്യണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം നിങ്ങൾ കുറിച്ച് വെച്ചിട്ട് ഒന്ന് വായിച്ചേരെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കൊടുക്കുമ്പോൾ തിരുമ്മി കൊടുക്കരുത്, തിരുമ്മി കൊടുക്കരുത്, സന്തോഷത്തോടെ കൊടുക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ കൊടുക്കണം. ദൈവമക്കളെ, EGM ഓഫ് ഇന്ത്യ ഒരു മാസം 12 മുതൽ 14 ലക്ഷം രൂപ വരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മളിത് പങ്കുവെക്കുന്നു. നിങ്ങൾക്കറിയാം, ഒരാളിൽ നിന്നല്ല, അനേകം ദൈവമക്കൾ അതിന്റെ പിന്നാമ്പുറം മനസ്സിലാക്കി കർത്താവിന്റെ വേലയ്ക്കെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കൊണ്ട് നടന്നു പോകുന്നതാണ്. എന്ന് വരെ ഇത് പോകണം? ഒന്നുകിൽ എൻ്റെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ ഈ വേല ഞാനും നിങ്ങളും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പണത്തിനു വേണ്ടി അത്യാർത്ഥി. ചിലര് ഭയങ്കര സൂത്രം നടത്തുന്നവരുണ്ട്. മക്കളെയൊക്കെ വിദേശത്ത് വിട്ടേച്ച് ഇങ്ങനെ പറയും, എൻ്റെ മോൻ വിദേശത്ത് പോയി ജോലി ചെയ്തേച്ച് അവന് ശമ്പളം കിട്ടുമ്പോൾ അതുകൊണ്ട് ഞാൻ 2 മിഷണറിമാരെ സ്പോൺസർ ചെയ്യും. ഇത് പോകുന്നത് വരെയും ഫ്ലൈറ്റ് കയറുന്ന വരെയുള്ള തീരുമാനമാണ്. അവിടെ ചെന്ന് മക്കൾക്ക് ഡോളറോ ദറംസോ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ തീരുമാനവും പൊട്ടിപ്പാളീസാകും. ഇതുപോലുള്ള തട്ടിപ്പ് പരിപാടി ദൈവത്തിന്റെ അടുക്കൽ എടുക്കരുത്. അവനോടൊരു ഇബ്താഹിനെ പോലെ ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു പോയി, എനിക്ക് പിന്മാറിക്കൂടാ. കർത്താവേ, എനിക്കുണ്ട് എങ്കിൽ എൻ്റെ മക്കൾക്കുണ്ട്, എൻ്റെ കർത്താവിന്റെ വേലയ്ക്കുണ്ട്. എനിക്കുണ്ടെങ്കിൽ എൻ്റെ കർത്താവിന്റെ വേലയ്ക്കുണ്ട്, എനിക്കുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കുണ്ട്, എനിക്കുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിനുണ്ട്, എനിക്കുണ്ടെങ്കിൽ എൻ്റെ സഭയ്ക്കുണ്ട്, എനിക്കുണ്ടെങ്കിൽ എൻ്റെ ചുറ്റും കഴിയുന്ന സാധുക്കൾക്കുമുണ്ട്. പണം ഒന്നിൻ്റെയും ആധാരമല്ല. അതിന്റെ നല്ല കസ്റ്റോഡിയനായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇല്ലീഗലായിട്ടുള്ള ഒരു വരുമാനവും നമുക്ക് വേണ്ട. ലീഗലൈസ് ചെയ്യുന്ന, ലീഗലി ഉള്ള വരുമാനത്തിന് വേണ്ടി മാത്രം നമ്മൾ ചിന്തിക്കുക. എനിക്ക് അവിഹിതമായ പണം വേണ്ട, അവിഹിതമായ പണം വേണ്ട. ഒത്തിരി എക്സാമ്പിൾസ് പറയാനായിട്ട് സാധിക്കും. കള്ളത്തടി വെട്ടി കിട്ടുന്ന കാശ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്ത് അനുഗ്രഹം നേടാമെന്ന് മനക്കോട്ട കെട്ടണ്ട. കള്ളത്തടിയുടെ പണം വേണ്ട കർത്താവിന്. കട്ടുകൊണ്ടുവരുന്ന പണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ട. കള്ള് വിറ്റ് കിട്ടുന്ന പണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേണ്ട. സത്യസന്ധമായി നേടുന്ന പണത്തിന്റെ ഒരു ഓഹരി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീക്കിവെച്ചാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അതിന് കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. സകലതും ചെലവിട്ട നമ്മുടെ കർത്താവ്, ഒന്നും ബാക്കി വെക്കാതെ ചെലവിട്ട യേശു, അവൻ മഹാസമ്പന്നനായിരുന്നു. സ്വർഗത്തിൽ മഹാസമ്പന്നനായിരുന്നു. ആ സമ്പത്തും സമ്പന്നതയും എല്ലാം വിട്ടിട്ട് വെറും ദരിദ്രന്മാരെ പോലെ അവന് കിടക്കാനിടമുണ്ടായിരുന്നില്ല, സ്വന്തം സ്ഥലമുണ്ടായിരുന്നില്ല, സ്വന്തം വീടുണ്ടായിരുന്നില്ല. ഓ, ദരിദ്രനായി വന്നു. അവസാനം ലോകം അവന് കൊടുത്തത് നഗ്നത മറിക്കാനുള്ള ഒരു റുമാൽ മാത്രമാണ്. അവൻ ധരിച്ചിരുന്ന വസ്ത്രം പോലും ലോകം ഉരിഞ്ഞു മാറ്റി.
ആ രണ്ട് കൈകളും വിരിച്ചു വെച്ച് ആണിയടിച്ചു. ആ രണ്ട് കൈയും ശൂന്യമായിരുന്നു. പലസ്തീൻ നാട്ടിലൂടെ നെറുകയും കുടുകയും നടന്നു. അവനൊന്നും ഉണ്ടായിരുന്നില്ല, അവനൊന്നും നേടിയില്ല, അവനൊന്നും സമ്പാദിച്ചില്ല. ഈ ഡിവൈസിന്റെ മുൻപിലിരിക്കുന്ന ധ്യാനിക്കുന്ന ദൈവ പൈതലേ, എല്ലാം എനിക്ക് വേണ്ടി ഊറ്റിപ്പറക്കി തന്ന എന്റെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനിതാ എനിക്കുള്ളതും എന്നെയും ഞാൻ അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കൊടുത്താൽ ദൈവം നിന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കും. മനസ്സോടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത് ആരും ദരിദ്രരായിട്ടില്ല. കർത്താവ് എന്നെ മാത്രമല്ല, എൻ്റെ മക്കളെ മാത്രമല്ല, എൻ്റെ ജീവിത പങ്കാളിയെ മാത്രമല്ല, എൻ്റെ വീട് മാത്രമല്ല, എനിക്കുള്ള പണവും അവൻ ചോദിക്കുകയാണ്. ഇനി ഒരു അല്പകാലവും കൂടി ഭൂമിയിലുള്ളൂ, ഒരു കുറച്ചു കാലവും കൂടി ഭൂമിയിൽ ജീവിക്കും. കർത്താവേ, അത് പുഴുവരിച്ചും തുരുമ്പെടുത്തും പോകാതെ സ്വർഗത്തിലെ എൻ്റെ നിക്ഷേപം എനിക്ക് വർദ്ധിപ്പിക്കണം. ഈ ലോകത്തിന് നിക്ഷേപം കൂട്ടാനല്ല, എനിക്ക് സ്വർഗത്തിൽ എൻ്റെ നിക്ഷേപം വർദ്ധിപ്പിക്കണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കേട്ട വചനത്തിന്റെ മുൻപിൽ ഒരു സമർപ്പണത്തിന്റെ പ്രാർത്ഥന. സുവിശേഷ വേലക്കാരെ, അല്പമായും അധികമായും കർത്താവിന്റെ വേല ചെയ്യുന്നവരെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പണത്തോടുള്ള എൻ്റെ മനോഭാവം എങ്ങനെ? കള്ളത്തരം ചെയ്ത്, കൊള്ളപ്പലിശ വാങ്ങിച്ച്, അവിഹിതമായ മാർഗത്തിലൂടെ ഒന്നും നേടി സൂക്ഷിക്കല്ലേ, ഒന്നും നേടി സൂക്ഷിക്കല്ലേ. എൻ്റെ മക്കൾക്ക് കൈക്കൂലിയുടെ ഒന്നും വേണ്ട, സത്യത്തിന്റെ പണം മാത്രം മതി. പെട്ടെന്ന് സമ്പന്നനാകില്ല, പക്ഷേ അവൻ നിന്നെ നിലനിർത്തും. കമ്പനി പൊട്ടിയാലും നിന്നെ അവൻ നടത്തും. ജോലി പോയാലും ആരുടെയും മുമ്പിൽ കൈ നീട്ടാൻ വിടില്ല. ആദ്യ വാക്യം വായിച്ചല്ലോ, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇല്ല, ഉപേക്ഷിക്കില്ല. സമർപ്പണത്തിന്റെ ഒരു പ്രാർത്ഥന. കർത്താവേ, ഞാൻ എന്നെ, രോഗിയായ എന്നെ, പാപിയായ എന്നെ, സങ്കടങ്ങളേറെയുള്ള എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇതാ ഞാൻ സവിനയം സമർപ്പിക്കും. എന്നെ സ്വീകരിക്കണമേ. നീ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സകലതും അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.